എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ തവാഫ് ചെയ്യാൻ തുടങ്ങി. കഅബ തവാഫ് ചെയ്യുമ്പോഴൊക്കെ ആദം നബി ബൈത്തുൽ മഅമൂർ കണ്ടിട്ടുണ്ട്. അപ്പം സ്വർഗത്തിന് പുറത്താക്കപ്പെട്ടതല്ലേ, അപ്പോൾ സ്വർഗത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചിന്ത വരും സ്വർഗത്തിൻ്റെ. അപ്പം ഇങ്ങനെ കരയുമ്പം അള്ളാഹു പറഞ്ഞു, ആദമിന് സ്വർഗത്തിന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു കൊടുക്ക്. അങ്ങനെ സ്വർഗത്തിലെ കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് പറയപ്പെടുന്നത്. ഹജറുൽ അസ്വദ് കൊണ്ടുവന്ന് അള്ളാഹു ആര് കൊടുത്തു? ആദം നബി അലൈഹി സ്വലാമിന് കൊടുത്തു. ആദം നബി അതെന്ത് ചെയ്തു? കഅബയിൽ ഫിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഹജറുൽ അസ്വദ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജറുൽ അസ്വദിൻ്റെ കളറ് അബ്യളു മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്തതായിരുന്നു ഹജറുൽ അസ്വദിൻ്റെ കളർ. പിന്നീട് മനുഷ്യൻ്റെ പാപഭാരങ്ങൾ ചുമന്നുകൊണ്ടത് കറുത്തതാണ്. ഇന്ന് നമുക്ക് നോക്കിയാൽ 3 കറുത്ത കല്ലേ കാണാൻ പറ്റും. വലിയ കല്ലായിരുന്നു അത് ഫാത്തിമിയാക്കളുടെ ഒരു ദിവസം കട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് പൊളിച്ച് കൊണ്ടുപോയി ഹജ്ജിൻ്റെ സീസണിൽ. അത് പിടിക്കപ്പെട്ടു. അങ്ങനെ തിരിച്ചവിടെ തന്നെ കൊണ്ടുവച്ചു. അങ്ങനെ അത് 3 കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹജറുൽ അസ്വദ് മുത്തിയ ആൾക്കാരുണ്ടാവില്ലേ, അത് പോയി നോക്കിയാൽ പെട്ടെന്നും തലയെടുക്കാൻ പറ്റില്ല, നോക്കിയാൽ ഒരു 3 കല്ല് പോലെ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞു അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു, പക്ഷെ മനുഷ്യൻ്റെ പാപക്കറകളെ വഹിച്ചുകൊണ്ട് അതെന്ത് ചെയ്തു? കറുത്തതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ തവാഫിലും ഷൗത്തിലും അതിനെ ചുംബിക്കും. സ്വർഗത്തിലെ കല്ലാണല്ലോ, അതിന് ചുംബിക്കും. ഇതാണ് കഅബാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തുവിൻ്റെ കാലം വന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ കഅബാലയം തകർക്കപ്പെട്ടു. നാമാവശേഷമാണ്, പിന്നെ ഒന്നുമില്ലാതായി. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ നാടേതാ? ഇറാഖിലെ ബാബിൽ പട്ടണത്തിലെ ഊർ എന്ന ഗ്രാമം, അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു നാട്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിട്ട് വന്നു. എന്നിട്ട് ചില അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി ഇറാഖ് വിട്ട് ഷാമിലേക്ക് യാത്ര തിരിച്ചു. ഷാമിൽ നിന്നും മിസ്റിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രാജാവായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും എന്നിട്ട് അവിടെ നിന്നും മിസ്റിൽ നിന്ന് നാട് വിട്ടു. എവിടത്തേക്ക് നാട് വിട്ടെ? മക്കയിലേക്ക്. മക്കയിൽ അന്ന് കാബേൻ്റെ ഇതില്ല, അടയാളങ്ങളില്ല. കാരണം കാബ പൊളിക്കപ്പെട്ടു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൽ കാബ നശിച്ചുപോയി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ അടുക്കൽ നിൽക്കുകയും ചെയ്തു. ആ മലയുടെ അടുക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും മകനെയും അവിടെ വെച്ചിട്ടാണ് യാത്ര പോകുന്നത്. ഭാര്യനെയും മകനെയും അവിടെ ആക്കിയിട്ട് യാത്ര പോയി. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി പോകുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, റബ്ബി ഇന്നി, അള്ളാഹുവേ എൻ്റെ ഭാര്യയെയും മക്കളെയും ഇൻദ ബൈതിക്കൽ മുഹറം, നിൻ്റെ പവിത്രമായ വീടിൻ്റെ അടുത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ കാബ ഉണ്ട്? അന്നേരം അസലത്ത് കാബ ഉണ്ടാ? ഇല്ല. പക്ഷെ ഇൻദ ബൈതിക്കൽ മുഹറം എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഖുർആൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? ഇൻദ ബൈതിക്കൽ മുഹറം. പക്ഷെ അന്ന് കാബ ഇല്ല. കാബന് ഇബ്രാഹിം നബി ഉണ്ടാക്കണത്രേ, അല്ലേ? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയാണ്, മുലകുടി പ്രായമാണ്. ഇസ്മായിൽ നബി വലുതായിട്ടാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കാബേൻ്റെ അസാസിൽ ബാക്കി പണി പൂർത്തിയാക്കുന്നത്. പക്ഷേ ഇബ്രാഹിം നബി ചെറിയ മുലകുടി പ്രായമുള്ള കുട്ടിയെയും ഭാര്യനെയും അവിടെ കൊണ്ടാക്കിയിട്ട് പോകുമ്പോൾ അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? ഇൻദ ബൈതിക്കൽ മുഹറം, അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുക്കലാണ് ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയും മകനെയും ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഇവിടെയാണ് കാബയുടെ സ്ഥലം എന്ന്. അങ്ങനെയാണ് വീണ്ടും തിരിച്ചു വന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബയുടെ പണി പൂർത്തിയാക്കുന്നത്. അവിടെ അള്ളാഹ് ഉപയോഗിച്ച വാക്കേതാ അറിയോ? ഇബ്രാഹിം നബി കാബ എടുത്തു എന്നുള്ള അള്ളാഹ് ഉപയോഗിച്ച വാക്കേതാ? ബനാന വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ. ഖുർആൻ്റെ ഓരോ വാക്കുകളും പഠിക്കണം. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ചത് വഇദ് യർഫഉ, ഉയർത്തി എന്നാണ്. എവിടെ ഉയർത്തുക? ഒരസ്ലുണ്ടെങ്കിലേ ഉയർത്താൻ പറ്റൂ. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ കാബ പൊളിക്കപ്പെട്ടു, വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി. പക്ഷെ അതിൻ്റെ അസ്ല് ബാക്കിയുണ്ട്, തറ ബാക്കിയുണ്ടായിരുന്നു. ആ തറയിലാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മതിലുകൾ കെട്ടി ഉയർത്തുന്നത്. അതാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക് വഇദ് യർഫഉ, ഇബ്രാഹിം ഉയർത്തിയ സന്ദർഭം. മനസ്സിലാകണ്ട ഖുർആൻ്റെ പ്രയോഗങ്ങൾ? ഖുർആൻ്റെ ഓരോ വാക്കുകളും മുഅ്ജിസത്താണ്. നമ്മൾ സാധാരണ അറബി ഭാഷ എന്ന് വെച്ചിട്ട് വായിക്കണ്ട. ഖുർആൻ്റെ ഓരോ വാക്കുകളിലും
അർത്ഥവത്തായ ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തിരിയുന്നുണ്ടോ? അപ്പോൾ അള്ളാഹു ഇവിടെ വൈദി അർഫൻ ഉപയോഗിച്ചത് അസ്ല് ബാക്കിയുണ്ട്, അതിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പടുത്തുയർത്തിയത്. ഇതാണ് കഅബയുടെ ചരിത്രം. പിന്നീട് അങ്ങോട്ട് ഇതുവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ നിർമ്മാണം അതാണ് ബാക്കിയായിട്ടുള്ളത്. 2 ഘട്ടം പൂർത്തിയായി. ഒന്ന് മലക്കുകളുടെ നിർമ്മാണം, പിന്നെ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ നശിച്ചു, പിന്നെ 3ാമത് ഇബ്രാഹിം നബിയുടെ നിർമ്മാണം. ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ കഅബ പൊളിക്കപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ. അപ്പോൾ ഈ ഹജറുൽ അസ്വദ് എവിടെയായിരുന്നു? മുഫസ്സിർ വിശദീകരിക്കുന്നത്, ആ വെള്ളപ്പൊക്കത്തിൽ ഹജറുൽ അസ്വദ് കഅബാലയത്തിൻ്റെ അവിടെ നിന്ന് ഇളകി അത് ജബൽ അബി ഖുബൈസിൽ ചെന്ന് പതിച്ചു. ജബൽ അബി ഖുബൈസ് എന്ന് പറഞ്ഞാൽ എവിടെ അറിയോ? ജബൽ അബി ഖുബൈസ് 2 മലകൾക്കിടയിലാണ് കഅബ കാണാൻ പറ്റുക. 2 മലകൾക്കിടയിൽ, ഒന്ന് ജബൽ അബി ഖുബൈസ്, 2 ജബൽ ഖൈനഖ. ഈ 2 മലകൾക്കിടയിലാണ് കഅബാലയം സ്ഥിതി ചെയ്യുന്നത്. അതിൽ ജബൽ ഖൈനുഖ എന്ന് പറയുന്ന മല ഇന്നതില്ല. അതിന് ചില ഭാഗങ്ങൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. എവിടെയെന്നറിയോ? ഇന്ന് ജബൽ ഉമർ എന്നാണ് അറിയപ്പെടുന്നത്. ജബൽ ഉമർ അറിയില്ലേ? അൽബേക്കിൻ്റെ ബിൽഡിംഗ് ഇല്ലേ, അത് ജബൽ ഉമർ. അവിടെയാണ് അതിൻ്റെ ഒരു ഭാഗം ബാക്കിയായിട്ടുള്ളത്, ഈ ജബൽ ഖൈനഖ എന്ന് പറയുന്ന മലയുടെ. മറ്റേ മല ജബൽ അബി ഖുബൈസ്, അതെവിടെ അറിയോ? ജബൽ അബി ഖുബൈസ് കഅബേൻ്റെ തൊട്ട് ബേക്കിൽ നമ്മളെ രാജാക്കന്മാരുടെ കൊട്ടാരമില്ലേ, ഇമാം നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സ്ഥലം, അതാണ് ജബൽ അബി ഖുബൈസ്. അത് ആ മല അവർ ബാക്കിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഇപ്പോൾ രാജാവിൻ്റെ കൊട്ടാരവും നമ്മുടെ മക്കത്തെ ഇമാമുമാരൊക്കെ നിൽക്കുന്ന റൂം. അവിടെ നിന്നാണ് ഇമാം, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ഇമാം ഇറങ്ങി വരുന്ന സ്ഥലം അത് ഈ ജബൽ അബി ഖുബൈസിൻ്റെ ഉള്ളിലാണ്. ഈ ജബൽ അബി ഖുബൈസിലാണ് ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് ജബൽ അബി ഖുബൈസ്. ഖുബൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഖബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിളക്കുമാട അല്ലേ? ആ അർത്ഥത്തിൽ പേര് കിട്ടിയത്, ജബൽ അബി ഖുബൈസ് എന്ന് പേര് കിട്ടിയത്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബേൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ ഈ ജബൽ അബി ഖുബൈസിൽ നിന്നും ഹജറുൽ അസ്വദ് എടുത്തു അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. എൻ്റെ 2 ഘട്ടം പൂർത്തിയായി. ഈ ജബൽ അബി ഖുബൈസിന് വേറൊരു സംഭവം ഉണ്ട്. എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത്, ചന്ദ്രൻ പിളർന്ന സംഭവം ചരിത്രത്തിൽ കാണാം. ഈ സംഭവം ചന്ദ്രൻ പിളർന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ജബൽ അബി ഖുബൈസിൻ്റെ ഭാഗത്തും മറ്റേ ഭാഗം ജബലു ഖൈനഖാഇൻ്റെ ഭാഗത്തുമായിരുന്നു. 2 മലകളാണ്, 2 മലേൻ്റെ ഭാഗത്തായിരുന്നു ഈ 2 ഭാഗങ്ങളും ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. ഇതാണ് 2 ഘട്ടം കഅബൻ്റെ നിർമ്മാണത്തിൻ്റെ. പിന്നെ കാലങ്ങൾ ഒരുപാട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വന്നു, മുർസലായി. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൻ്റെ അന്ന് റസൂലുള്ളാഹി തങ്ങൾ അന്ന് ആയിഷാബിയുടെ ദിവസമായിരുന്നു. ആയിഷാബിയും റസൂലുള്ളാഹി തങ്ങൾ അന്ന് രാത്രി കഅബയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇന്ന് കഥകൾ പറഞ്ഞു. ആ കഥ പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം ആയിഷാബിയോട് പറഞ്ഞു. പിന്നീട് ആയിഷാബി അത് ഉദ്ധരിച്ചു, ആ ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിൻ്റെ ഖൗമ് ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നതായതുകൊണ്ട് ഞാൻ ഈ കഅബാലയത്തെ അങ്ങ് തന്നെ ബാക്കിയാക്കുന്നു. അതില്ലെങ്കിൽ ഞാനത് പൊളിച്ചിട്ട് ഇബ്രാഹിം നബി എടുത്തതുപോലെ എടുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. അപ്പോൾ 2 ഘട്ടം കഴിഞ്ഞു. 3ാമത്തെ ഘട്ടം ഖുറൈശികൾ പണിതു അല്ലേ? അതിനിടയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഇതേപോലെ കഅബ തകർക്കപ്പെട്ടു. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയായി. ചില അവശിഷ്ടങ്ങൾ, അതിൻ്റെ വാതിൽ, അതിൻ്റെ തറ, ഇത് മാത്രമേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഖുറൈശികൾ എന്ത് ചെയ്തു? മീറ്റിംഗ് കൂടി ദാറുൻ നദ്വയിൽ. അവർ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് പള്ളിയുടെ പണി പൂർത്തിയാക്കണം, കഅബേൻ്റെ പണി പൂർത്തിയാക്കണം, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കാരണം അവർ ഇബ്രാഹിം മില്ലത്തിൽ ജീവിച്ച ആൾക്കാരാണ്. അങ്ങനെ അവർ മീറ്റിംഗ് കൂടി ഹലാലായ സമ്പത്ത് സമാഹരിക്കുകയും പള്ളിയുടെ പണി തുടങ്ങുകയും ചെയ്തു. പള്ളീൻ്റെ പണി തുടങ്ങി കുറച്ചാകുമ്പോൾ ഇവർ ഈ ഹലാലായ സമ്പത്ത് കാലിയായി. കാരണം അവരൊക്കെ പലിശക്കാരനായിരുന്നു, പലിശക്കാരും കള്ളു കച്ചവടക്കാരൊക്കെ ആയിരുന്നു ഈ ഖുറൈശികൾ. ഹലാലായ സമ്പത്ത് തീർന്നുപോയി, പണി ബാക്കിയായി. അവരെന്ത് ചെയ്തു? ഇന്ന് കാണുന്ന ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലം പണി ബാക്കിയാക്കാതെ അവിടെ തന്നെ ബാക്കിയാക്കി, പണി പൂർത്തിയാക്കിയിട്ടില്ല. മറിച്ച് ആ ചതുരാകൃതിയുള്ള സ്ഥലം മാത്രം പണി പൂർത്തിയാക്കി. പണ്ടുണ്ടായ കഅബയിൽ നിന്ന് ചില മാറ്റങ്ങൾ ഇവർ വരുത്തി. എന്താ അറിയാം? ഒന്ന്, കഅബക്ക് പണ്ട് 2 വാതിലുണ്ടായിരുന്നു. 2 വാതിൽ. ഒന്ന് നമ്മളിപ്പം കാണുന്ന വാതിലുണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു വാതിലും ഉണ്ടായിരുന്നു. ആ വാതിൽ ഇവരെന്ത് ചെയ്തു? മാറ്റി. പൈസ ഇല്ലാത്തതുകൊണ്ട്
ഒരു വാതിൽ മാത്രമാക്കി. പിന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടവർ ചെയ്തത്, പണ്ട് കാബ ഭൂമിയിലായിരുന്നു. പിന്നെ വെള്ളപ്പൊക്കത്തെ നശിക്കാതിരിക്കാൻ അവരെന്ത് ചെയ്തു? ഒരാൾപ്പൊക്കത്തിന് തറ ഉയർത്തി. ഇന്ന് നമുക്ക് ഒരാൾപ്പൊക്കത്തിന് അതിൻ്റെ കാബേനുള്ളിൽ കയറാൻ മറ്റേ ഫ്ലൈറ്റ് കയറുന്ന വണ്ടി വരണം അല്ലേ? കണ്ടിട്ടില്ലേ? ഫ്ലൈറ്റ് കയറുന്ന വണ്ടി വരണം, എന്നാലേ കാബേൻ്റെ മേലെ കയറാൻ പറ്റും. മുൽത്തസിം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എവിടെ അറിയോ? ഹജറുൽ അസ്വദിൻ്റെയും കാബയുടെ വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലം. അതാണ് മുൽത്തസിം എന്ന് പറയാം. അവിടെ നിന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടും. ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ മുൽത്തസിം ദുആ ചെയ്യണമെങ്കിൽ നമ്മൾ പോയാൽ നമ്മൾ ഇങ്ങനെ തൊടണം. നമ്മൾ ഈ ഭാഗത്തായിരിക്കും വാതിലുണ്ടാകുക. അത്ര ഒരാൾ പൊക്കത്തിൽ അതിൻ്റെ തറയെ അവർ ഉയർത്തി, ഖുറൈശികൾ. എന്തിനാ അറിയോ? വെള്ളപ്പൊക്കം വന്നാൽ കയറാതിരിക്കാൻ. കാരണം സൗദി അറേബ്യൻ്റെ പ്രത്യേകത, ചെറിയ മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, എല്ലായിടത്തും വെള്ളം കയറും. അപ്പം അവരെ തറ ഉയർത്തിക്കെട്ടി, വാതിൽ ഒന്നാക്കി, 2 വാതിൽ മാറ്റി 1 വാതിൽ. ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ വാതിലിൻ്റെ സ്ഥലം. ഇനി കില്ല മാറ്റുന്ന സമയം പോയാൽ നമുക്ക് കാണാൻ പറ്റും, ഈ വാതിലിൻ്റെ വേറെ ബേക്കിൽ ഒരു വാതിൽ അടയാളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് അവർ ഖുറൈശികൾ ചെയ്തത്. പിന്നെ അവർ ചെയ്തത്, ഹിജർ ഇസ്മായിൽ പുറത്താക്കി. ആദ്യം കാബാലത്തിൻ്റെ രൂപം എന്ന് വെച്ചാൽ ചതുരാകൃതിയായിരുന്നില്ല, ഇങ്ങനെയായിരുന്നു, റൗണ്ടിൽ. ഇവിടെ ചതുരം, ഇവിടെ റൗണ്ട്, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, മിഹ്റാബ് പോലെ. ഖുറൈശികൾ എന്ത് ചെയ്തു? പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രം പണി പൂർത്തിയാക്കി, ഇവിടെ ബാക്കിയാക്കി വിട്ടു. അതാണ് ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പോയാൽ കാണുന്നില്ല, ഒരു കെട്ട് കാബയുടെ ചുറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആയിഷ വന്നിട്ട് പറഞ്ഞു, റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് കാബയിനുള്ളിൽ നിസ്കരിക്കണം, ആഗ്രഹം, കാബയിനുള്ളിൽ നിസ്കരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ, നീ ആ ഹിജർ ഇസ്മായിൽ ഉള്ളിൽ പോയി നിസ്കരിച്ചോ, അത് കാബയിൽപ്പെട്ടതാണ്. ഇന്ന് ആൾക്കാരൊക്കെ നിസ്കരിക്കുന്നതാണ് അവിടെ. അവരുടെ അവസരം തുറന്നു കൊടുക്കും നിസ്കരിക്കാൻ വേണ്ടി, ഉള്ളിൽ കയറി നിസ്കരിക്കാൻ. അപ്പോൾ അത് കാബേൻ്റെ ഭാഗമായിരുന്നു. ഖുറൈശികൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ചുരുക്കി പണിതതാണ്. ഇതാണ് ഖുറൈശികൾ അതിന് കാബയ്ക്ക് വരുത്തിയ മാറ്റം. പിന്നെ അവർ വേറൊരു പണിയും കൂടി എടുത്തു. എന്താ അറിയോ? മേൽക്കൂര ഉണ്ടാക്കി, സഖഫ്. പണ്ട് അതിന് സഖഫ് ഉണ്ടായിരുന്നില്ല കാബക്ക്. അവർ മേൽക്കൂരയും കൂടി ഉണ്ടാക്കി, സഖഫും കൂടി അവരുണ്ടാക്കി. ഇതാണ് ഖുറൈശികൾ കാബക്ക് വരുത്തിയ മാറ്റം. പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിൻ്റെ ആയിഷ ബീവിയോട് പറയുന്നത്, ആയിഷ, നിൻ്റെ ഖൗമ് ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നില്ല എങ്കിൽ ഞാൻ ഈ കാബ പൊളിച്ചിട്ട് പണ്ട് ഇബ്രാഹിം നബി എടുത്ത പോലെ എടുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. ഇതാണ് കാബയുടെ 2-3 ഘട്ടങ്ങൾ. 1 മലക്കൾ നിർമ്മിച്ചു, 2 ഇബ്രാഹിം നബി പണി പൂർത്തിയാക്കി, പിന്നെ ഖുറൈശികൾ പണി പൂർത്തിയാക്കി. 4ാമത്തെ ഘട്ടം റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരും വഫാത്തായി. ഹസൻ, ഹുസൈൻ അവരും വഫാത്തായി. എല്ലാവരും മരണപ്പെട്ടു. ഇപ്പം ഹിജാസിൻ്റെ ഭരണാധികാരി അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഹിജാസിൻ്റെ ഭരണാധികാരി. ഹിജാസ് എന്ന് പറഞ്ഞാൽ ഏതാ അറിയോ? കുറേ കേട്ടിട്ടില്ലേ ഹിജാസ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഹിജാസുകാരനായിരുന്നു. അദ്ദേഹം ഹിജാസിലേക്ക് യാത്ര പോയി, ബഗ്ദാദിലേക്ക്. കേട്ടില്ലേ എന്താ ഹിജാസ് എന്ന് പറഞ്ഞാൽ? 3 സ്ഥലങ്ങൾ അടങ്ങിയിട്ടുള്ളൂ, മക്ക, മദീന, ത്വായിഫ്. ഇതാണ് ഹിജാസ് എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിൽ. അപ്പോൾ ഈ ഹിജാസിൻ്റെ ഭരണം ആർക്ക് കിട്ടി? അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അതൊരു വലിയ ചരിത്രമുണ്ട്, ഈ ഭരണം കിട്ടാനുള്ള ചരിത്രം. എന്താ അറിയോ? അബാദിലത്തുൽ ഖംസ അറിയോ? കേട്ടിട്ടുണ്ടോ? അബാദിലത്തുൽ ഖംസ, അബ്ദുല്ല എന്ന് വെച്ച് കൊണ്ട് തുടങ്ങുന്ന 5 ആൾക്കാർ. ആരൊക്കെയത്? അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. ഈ 5 ആൾക്കാർ. ഇതാണ് അബാദിലത്തുൽ ഖംസ എന്നറിയപ്പെടുന്നത്. ഈ 5 പേരും ചെറുപ്പക്കാരായ സഹാബാക്കളായിരുന്നു. റസൂലുള്ളാഹി കാലത്ത് ചെറുപ്പക്കാരായിരുന്നു. റസൂൽ വഫാത്തായി. റസൂലുള്ളാഹി തങ്ങൾ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അവരൊക്കെ ഒരേ പ്രായക്കാരാണ്. അവർ കഅബാലയത്തിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ്. 5 ആൾക്കാർ ചെറുപ്പക്കാരല്ലേ, ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ദുആ ചെയ്യുന്ന ഓരോ ആഗ്രഹങ്ങൾ. അതിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, എനിക്ക് അള്ളാഹു ഒരുപാട് ഇൽമ് തരണം, ഫിഖ്ഹിൽ അഗാധമായ പാണ്ഡിത്യം തരണം എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹം ആഗ്രഹം പറഞ്ഞു. അതേപോലെയായി അദ്ദേഹം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ ചാൺ ബൈ ചാണായി പിൻപറ്റുന്നൊരു മുത്തബി സുന്നയാകണം. പിന്നീട് ചരിത്രത്തിൽ അദ്ദേഹം അങ്ങനെ തന്നെ അറിയപ്പെട്ടു, മുത്തബി സുന്നയായിട്ട്. അതേപോലെ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് വലിയ സമ്പന്നനാകണം.
എന്നിട്ട് ആ സമ്പത്തൊക്കെ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. ചരിത്രം അദ്ദേഹം അങ്ങനെയായി. അദ്ദേഹം അബ്ദുല്ലാഹ് അൽ ജവാദ് എന്നാണ് അറിയപ്പെട്ടത്, ധാരാളം ദാനം ചെയ്യുന്ന ആൾ. പിന്നെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഹിജാസിൻ്റെ ഭരണം കിട്ടണം, ഹിജാസ് ഭരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ സംഭവിച്ചു. അങ്ങനെയാണ് അബ്ദുല്ലാഹിബ്നു സുബൈറിന് ഹിജാസിൻ്റെ ഭരണം കിട്ടുന്നത്. അദ്ദേഹം എന്തെയ്തെന്ന് അറിയോ? ഹിജാസിൻ്റെ ഭരണം കിട്ടി ഉടനെ തന്നെ അദ്ദേഹം വന്നു, കഅബാലയം പൊളിച്ചു. എന്നിട്ട് പണ്ട് ഇബ്രാഹിം നബിയുടെ കാലത്തെടുത്തതുപോലെ അദ്ദേഹം എടുത്തു. ഫിത്നകൾ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത്? ഫിത്നാകുന്നത് കൊണ്ടാണ്. റസൂൽ ആ കാലഘട്ടത്തിൽ സഹാബാക്കൾക്കിടയിൽ ഫിത്ന ഉണ്ടാകും എന്ന് പേടിച്ചിട്ട് മാറ്റിയൊരു കാര്യം. അബ്ദുല്ലാഹിബ്നു സുബൈർ ഇജ്തിഹാദ്, അത് മുജ്തഹിദാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഇസ്ലാം വ്യാപിച്ചു, അതുകൊണ്ട് കഅബ പൊളിക്കാം. അദ്ദേഹം കഅബ പൊളിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കി. ആര്? അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഈ വിവരം അറിഞ്ഞിട്ട് ആര് വന്നു? ഖലീഫ വന്നു. അന്ന് ഖലീഫ ആരായിരുന്നു? ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കത്തേക്ക് വന്നു. അദ്ദേഹം ഹജ്ജിന് വന്ന സമയത്തുണ്ട് കഅബയുടെ കോലം വേറെ, മുമ്പ് കണ്ടത് വേറെ, ഇപ്പം വേറെ. അദ്ദേഹം ദേഷ്യം പിടിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അബ്ദുല്ലാഹിബ്നു സുബൈറിനെ വിളിച്ചു, കാണുന്നില്ല. അന്വേഷിച്ച് പോയപ്പോൾ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബയിനുള്ളിൽ നിസ്കരിക്കുകയായിരുന്നു. ഹജ്ജാജ് കഅബയിനുള്ളിൽ കയറി അബ്ദുല്ലാഹിബ്നു സുബൈറിനെ പിടിച്ച് പുറത്തേക്കിട്ടു. അവിടെ നിന്ന് തലവെട്ടി അങ്ങ് കൊന്നു. ഇതാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ ഷഹീദായ രംഗം ചരിത്രകാരൻ വിശദീകരിക്കുന്നത്. അവിടെ തന്നെ അങ്ങ് കൊന്നു. എന്നിട്ട് അപ്പം 4 ഘട്ടം പൂർത്തിയായിട്ടാണ് കഅബേൻ്റെ അബ്ദുല്ലാഹിബ്നു സുബൈറോടുകൂടി 4 ഘട്ടം പൂർത്തിയായി. എന്നിട്ട് ഹജ്ജാജ് ഉത്തരവിട്ടു കഅബ പൊളിക്കാൻ. പൊളിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ അത് നിർമ്മിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഖുറൈശികൾ എവിടെയാണോ ബാക്കിയാക്കിയത് അതേപോലെ ബാക്കിയാക്കാൻ ആര് കൽപ്പിച്ചു? ഹജ്ജാജ് ബിൻ യൂസുഫ് കൽപ്പിച്ചു. അങ്ങനെ വീണ്ടും പഴയ കോലത്തിലായി. 5 ഘട്ടങ്ങളാണ് കഴിഞ്ഞു പോയത് കഅബക്ക്. അവസാനം ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ പണിയാണ് ഇവിടെ ബാക്കിയായത്. പിന്നെ ആര് വന്നു? കാലഘട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ആര് വന്നു? വലീദ് ഇബ്ൻ അബ്ദുൽ മലിക്. വലീദ് ബിൻ അബ്ദുൽ മലിക് വന്നു. തൊട്ടുമുമ്പാരാ? അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഉമവി ഭരണാധികാരിയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ വന്നു. അദ്ദേഹം കഅബാലയം തൊട്ടില്ല. അദ്ദേഹം കഅബാലയം ചുറ്റുള്ള പള്ളി ഉണ്ടല്ലോ, മസ്ജിദുൽ ഹറാമിൻ്റെ പള്ളി, അതിൽ ചില മാറ്റത്തിരുത്തുകളും പണികൾക്ക് അദ്ദേഹം ചെയ്തു. അതിനുശേഷം വലീദ് ബിൻ അബ്ദുൽ മലിക് വന്നു. വലീദ് ബിൻ അബ്ദുൽ മലിക് വരികയും അദ്ദേഹം ദീനി ടച്ചുള്ള ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ന് കാണുന്ന രൂപത്തിൽ കഅബാലയത്തിന് ചുറ്റും മസ്ജിദുൽ ഹറാമിനെ വ്യാപിപ്പിച്ചു. വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം തീരുമാനിച്ചു കഅബ പൊളിക്കണം, എന്നിട്ട് പണ്ട് ഇബ്രാഹിം നബി എടുത്ത പോലെ എടുക്കണം എന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ആ സദസ്സിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റു അഭിപ്രായം പറഞ്ഞു, ചെയ്യരുത്, ഇനിയൊരു രക്തച്ചൊരിച്ചലും ഇനിയൊരു ഫിത്ന ഉണ്ടാക്കാൻ നിങ്ങൾ മുതിരരുത്, ഇങ്ങനെ തന്നെ ബാക്കിയാക്കണം, ചെയ്യാൻ പാടില്ല എന്ന് ഫത്വ കൊടുക്കുകയും അങ്ങനെ വലീദ് അബ്ദുൽ മലിക് അതേ അവസ്ഥയിൽ ബാക്കിയാക്കുകയും ചെയ്തു. ആ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അവിടുത്തെ പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഅബ തൊടൂല, കഅബക്ക് ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. അതാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടത് അവ്വലു മൻ ബന മസ്ജിദൽ ഹറാം തൗസിഅതൻ ഹുവ വലീദ് ഇബ്ൻ അബ്ദുൽ മലിക്. ആദ്യമായി മസ്ജിദ് നബിക്ക് ചുറ്റും, മസ്ജിദുൽ ഹറാമിന് ചുറ്റും ആ പള്ളി കെട്ടിയത് വലീദ് ഇബ്ൻ അബ്ദുൽ മലിക്കാണ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇതാണ് കഅബയുടെ ചരിത്രം. ഇനി സംസമിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കനെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രം പറയാതെ മക്കയെ സംബന്ധിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം മിസ്റിൽ നിന്നും മക്കയിലേക്ക് പലായനം ചെയ്യുകയും മകൻ ഇസ്മായിലിനെയും ഹാജറെയും മക്കത്ത് ഒഴിവാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ഇറാഖിലേക്ക്. ഈ പോയ സമയം അവരുടെ കയ്യിൽ കുറച്ച് മാംസങ്ങളും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് തീർന്നു. അങ്ങനെ വെള്ളം ഈ സംസം കിണർ എവിടെയെന്ന് അറിയോ? കണ്ടിട്ടുണ്ടോ സംസം കിണർ? പണ്ടൊക്കെ എനിക്കോർമ്മയില്ല, നമ്മളെ ഉപ്പൊക്കെ ഹജ്ജിന് പോയ സമയത്ത് അവർ പറയും അവർ സംസം കിണറിൽ ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. പാകിസ്ഥാനിലെ ഡ്രസ്സൊക്കെ സംസം കിണറിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ മുക്കിയിട്ട് കഴുകിയിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. എവിടെയെന്നറിയോ? നമ്മളിന്ന് തവാഫ് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, സംസം എന്നുള്ള അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തവാഫ് ചെയ്യുന്ന മത്താഫ് ഉണ്ടല്ലോ, ഈ മത്താഫിൻ്റെ താഴെയാണ് സംസം കിണറുള്ളത്. മത്താഫിൻ്റെ താഴെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്. അപ്പം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ കിടത്തി. അന്ന് മുലകുടി പ്രായമുള്ള കുട്ടിയാണ്, റളിയ ആയിരുന്നു. കാബേൻ്റെ അടുത്ത് കിടത്തി. അവിടെ കിടത്തിയിട്ട് ഹാജറാബി വെള്ളം അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അങ്ങനെയാണ് ഈ സഫാ കുന്നിൻ്റെയും മർവാ കുന്നിൻ്റെയും ഇടയിൽ
മഹദി ഇങ്ങനെ ഓടുന്നത് രണ്ട് ഭാഗത്തേക്കും. ചരിത്രത്തിൽ കാണാം, അതിൻ്റെ വാദിയിലെത്തിയപ്പോൾ, രണ്ട് കുന്നാണ് സഫ മറുവ, ഇതിൻ്റെ ഈ വാദിയിലെത്തിയപ്പോൾ അവിടെ പിശാജ് ഉണ്ടായിരുന്നു. പിശാജ് പറഞ്ഞ ഹാജറാണ്, നീയും നിൻ്റെ മോനിപ്പം മരിക്കാൻ പോവാണ്, നാട് വിട്ടോ, നിങ്ങനെ വിശ്വാസം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഹാജറ ബി എന്ത് ചെയ്തു, പിശാജിന് പിടുത്തം കൊടുക്കാതെ ഓടി, ഈ മലിൻ്റെ മേലേക്ക് ഓടി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന സഫ മറുവിനിടയിൽ നമ്മൾ ഓടൂലേ, അറിവ് നടത്തൂലേ സൈൻ്റെ ഇടയിൽ, ആ ഓടുന്നത് അതിനാണ്. അടയാളപ്പെടുത്തിൻ്റെ ആ സ്ഥലം അല്ലേ, പച്ച ലൈറ്റിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് ഓടാനുള്ള സ്ഥലം. അത് ഇന്ന് അള്ളാഹും നിയമമാക്കി. പക്ഷെ അതിലൊക്കെ അള്ളാഹിൻ്റെ ഹിക്മത്തുണ്ട് കേട്ടോ. അന്ന് ഓടിയതാരാ? ഹാജറ ബവി. ഇന്ന് ഓടുന്നതാരാ? ആണുങ്ങൾ. പെണ്ണുങ്ങൾക്ക് ഓടലുണ്ടാ? പെണ്ണുങ്ങൾക്ക് മഷ്റൂ ഇല്ല, ആണുങ്ങൾക്ക് ഓടലാണ് മഷ്റൂ. അതൊക്കെ അള്ളാഹിൻ്റെ വലിയ ഹിക്മത്തുകളാണ്. അത് ഹജ്ജിനെ സംബന്ധിച്ച് പറയാൻ കാരണം എന്താ പറയുക, ഹജ്ജ് ചെയ്ത് മടങ്ങി വന്ന ഒരാൾ കയ ഉമ്മി വലദതുഹു ഉമ്മുഹു, ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെയാണ്. എന്തുകൊണ്ടാണ്? ഹജ്ജിന് യുക്തിയില്ല. നമ്മൾ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിന്തിച്ചാൽ ഹജ്ജിൻ്റെ അമലുകൾ പിടുത്തം കിട്ടൂല. ഹജ്ജിൻ്റെ അമലെന്ന് പറഞ്ഞാൽ സമീഅനാ വ അത്അന, ചെയ്യാൻ പറഞ്ഞു ചെയ്യുക, ഖലാസ്. കല്ലെറിയാൻ പറഞ്ഞു, ആരെ കല്ലെറിയുന്നേ? ജംറാത്തുകളിൽ കല്ലെറിയണ്ടേ? ആരെ കല്ലെറിയുന്നത്? പിശാചിനെ കല്ലെറിഞ്ഞിട്ട് വേണം ഓടിക്കാൻ. അതും ചെറിയ കല്ല്, തീനെ കൊണ്ട് സൃഷ്ടിച്ച പിശാചിനെ ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞൊരു വലിയ കാര്യമുണ്ടാ? സമീഅനാ വ അത്അന, പറയാ അനുസരിക്കുക. അറഫയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇങ്ങനെ നിൽക്കുക, അടുത്ത അമലാണ്. അറഫയിൽ പോയി അൽ വുഖൂഫ് ബി അറഫ എന്നല്ലേ പഠിച്ചേ? അറഫ പോയിട്ട് ഇങ്ങനെ നിൽക്കുക, കുത്താൻ നിൽക്കുക, ദുആ ചെയ്യുക, ഖുർആൻ ഓതുക, എന്തും അദ്കാറിൽ ചെല്ലുക. രാവിലെ ഒന്നിട്ട് വൈകുന്നേരം വെയിലത്ത് നിൽക്കുക. അന്ന് രാത്രി നേരെ മുസ്ദലിഫയിൽ പോവുക. മുസ്ദലിഫയിൽ ആകാശം നോക്കി ഇങ്ങനെ കിടക്കുക, ഒരമലും ഇല്ല. അവിടെ പോത്ത് ഉറങ്ങുന്ന പോലെ ഉറങ്ങുക, അതാണ് അമല്, ഉറങ്ങലാണ് അമല്. മുസ്ദലിഫയിൽ പോവുക, ഉറങ്ങുക. ഹജ്ജിൻ്റെ അമലുകൾ അങ്ങനെയാണ്. അള്ളാഹ് പറഞ്ഞു, നമ്മളനുസരിച്ച് ചെയ്തു. അവിടെ യുക്തിക്കോ ബുദ്ധിക്കോ ഒരു പ്രസക്തിയുമില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ടല്ലോ, ബുദ്ധിക്കനുസരിച്ച് ദീനിനെ അളക്കുന്നവർ, അവരൊക്കെ ഹജ്ജിന് പോയി എന്താ ചെയ്യുക? അതിനെ യുക്തിയും ചിന്തിച്ചുകൊണ്ട് നടക്കും, അതല്ലാതെ അമലുണ്ടാവില്ല. മനസ്സിലാകുന്നില്ലേ? അപ്പം ഇസ്മായിൽ നബിയാണ് കിടത്തിയ ആ സ്ഥലത്ത് ഹാജർ ബി എന്ത് കണ്ടു? വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഓടി വന്നു, കുട്ടിയെ എടുത്തു, കുട്ടിക്ക് വെള്ളം കൊടുത്തു, ഹാജറ ബിയും കുടിച്ചു. വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടിക്കൊണ്ടേയിരിക്കും, വെള്ളം കൂടി 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 വരികയാണ്. അവസാനം ഹാജറ ബി പറഞ്ഞു, ഹാജറ ബി ഏത് നാട്ടുകാരനാ? മിസ്റിലെ രാജാവ് കൊടുത്തതാണ് ഹാജറ ബീവിനെ, അല്ലേ? സംഭവം അറിയില്ലേ? അറിയില്ല? ഇറാഖിൽ നിന്ന് ഇബ്രാഹിം നബി സാറനെയും കൂട്ടിയിട്ട് ഹിജറ വന്നു. എവിടത്തേക്ക്? ഷാമിലേക്ക്. ആദ്യം ഷാമിലേക്ക് വരുന്നത്, മിസ്റിലേക്ക്. മിസ്റിൽ വന്നപ്പോൾ അവിടുത്തെ രാജാവിന് സാറനെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം. അങ്ങനെ ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, രാജാവ് ചോദിക്കും ആരാണെന്ന്, നീ ഭാര്യ എന്ന് പറയണ്ട, ഭാര്യ എന്ന് പറഞ്ഞാൽ രാജാവ് കൊണ്ടുപോകും, നീ പെങ്ങളാന്ന് പറഞ്ഞോ. അങ്ങനെ ഇബ്രാഹിം പറയും, അതെൻ്റെ സഹോദരിയാണ്. അങ്ങനെ ആ സാറാനെ വെറുതെ വിടും. അങ്ങനെ ഇബ്രാഹിം നബി പോകുമ്പോൾ ആ രാജാവ് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ഹാജറിനെ. അങ്ങനെ ഹാജറിനെയും കൂട്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു മിസ്റിൽ നിന്നും തിരിച്ചു വരുന്നത്. വരുമ്പം ഹാജറാനെ കല്യാണം കഴിക്കും. അങ്ങനെ ഹാജറ ഗർഭിണിയാവും. ഗർഭിണിയായ സമയത്ത്, ചരിത്രം കേട്ടോ, ഇതിൻ്റെ സിഹത്തും ഒപ്പം ചോദിക്കാൻ പാടില്ല. പിന്നെ കുറേ സിഹത്തെ സ്ഥിരപ്പെട്ടതുണ്ട്, ബാക്കി ഇങ്ങനെ ഇസ്രായേൽ അതിൽ ഒരുപാട് ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. ഗർഭിണിയായപ്പോൾ സാറാക്ക് ദേഷ്യം പിടിച്ചു. പൊതുവെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, രണ്ട് ഭാര്യമാരുണ്ടാകുമ്പം ഒരാൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടും, മറ്റേയാൾക്ക് ദേഷ്യം പിടിക്കും. സാറാക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ സാറ പറഞ്ഞു, നീ ഹാജറാൻ കൂടി പോയി നാട് വിട്ടിട്ട് ശരിയാവില്ല, അവയെ കൊണ്ടുപോയിക്കോ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നീളമുള്ള വസ്ത്രം ധരിച്ചത് ഹാജറയാണെന്ന് ചരിത്രത്തിൽ കാണാം. എന്തിനാ അറിയോ? ഈ ഗർഭം കാണുമ്പോൾ ഒക്കെ സാറാക്ക് ദേഷ്യം പിടിക്കും. ഇത് കാണാതിരിക്കാൻ നീളക്കുപ്പായം ഫുള്ള് വസ്ത്രമിട്ട് ഫുള്ള് മൂടി ധരിച്ചിട്ടായിരുന്നു ഹാജറ യാത്ര ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെയാണ് അവർ ഇവിടെ എത്തുന്നത്. അപ്പം അവരുടെ ഭാഷ ഏതാ? മിസ്റിലെ ഭാഷ ഖിബ്തിയ ഭാഷയാണ്. ഈ ഖിബ്തിയായ ഭാഷയിൽ തവക്കഫ് എന്ന അർത്ഥം വരുന്ന രൂപത്തിന്സം എന്ന പേര് കിട്ടിയത്. ഈ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങി, മുട്ടുവരെത്തി. ആ സമയത്ത് ഹാജറ പറഞ്ഞു, സം ഐ തവക്കഫ് എന്നാണ് എൻ്റെ അർത്ഥം. സംസം എന്ന് പറഞ്ഞാൽ ഖിബ്തിയ ഭാഷയാണ്. വെള്ളം അവിടെ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റഹിമല്ലാഹു ഉമ്മന ഹാജറ, നമ്മുടെ ഉമ്മ ഹാജറിനോട് അള്ളാഹു കരുണ ചെയ്യട്ടെ. ഹാജർ അന്ന് തവക്കഫ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മക്ക മുഴുവനും ഹിജാസ് മുഴുവൻ ഇന്ന് പുഴയുടെ അടിയിലാകുമായിരുന്നു, ആ സംസം വെള്ളത്തിൻ്റെ അടിയിലാകുമായിരുന്നു എന്ന്. അതാണ് സംസം വെള്ളം. അങ്ങനെ ഉറവ് പൊട്ടി, അവർ കുടിച്ചു, എല്ലാം കഴിച്ചു. അവസാനം വെള്ളം അങ്ങനെ കുറച്ച് ബാക്കിയായി. പിന്നീട് ആ വെള്ളത്തിൻ്റെ കിണറോ വെള്ളം എവിടെയെന്ന് ആർക്കും അറിയില്ല. പിന്നെ ആരാ രണ്ടാമത് ആ വെള്ളം പുറത്തേക്ക് എടുക്കുന്നത്?
ആരാ? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് സ്വപ്നം കാണുന്നതാണ്, ഇന്ന സ്ഥലത്ത് കിണറുണ്ട് കുഴിക്കണം, ഇന്ന സ്ഥലത്ത് കിണറുണ്ട് കുഴിക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അങ്ങനെ അദ്ദേഹം പോയി കുഴിച്ചു. അങ്ങനെയാണ് മക്കയുടെ പൂർണ്ണ അധികാരം ആര് കിട്ടുന്നത്? അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിന് കിട്ടുന്നത്. അത് അള്ളാൻ്റെ തർത്തീബാണ്. ആ കുടുംബത്തിൽ ആളെ കൊണ്ടുവരാൻ അള്ളാൻ്റെ തർത്തീബാണ്. അതാണ് സംസം വെള്ളത്തിൻ്റെ ചരിത്രം. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ സംസം വെള്ളത്തിന് ഒരുപാട് ബറക്കത്തുള്ള വെള്ളമാണ് അല്ലേ? ഇന്ന് മുമ്പ് പറഞ്ഞല്ലോ, ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുന്ന ആൾക്കാർ അവർ ഈ സംസം വെള്ളത്തിനൊക്കെ നിഷേധിക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കേൾക്കുകയും ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അത് ചില ആൾക്കാരൊക്കെ പറയുന്നത് സംസം വെള്ളത്തെ സംബന്ധിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കലും അംഗീകരിക്കലും ഹദീസ് സഹീഹാണെങ്കിൽ മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. ഇനി അഥവാ അത് നിഷേധിക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? അള്ളാഹിൻ്റെ റസൂലിന് എതിരാകുന്നവൻ തഖാഫുൽ ഫിതന, ഫിത്നയെ ഭയപ്പെട്ടോണം. ആ ഫിത്ന എന്തായിരിക്കും? ഒന്നുകിൽ കുഫറാകാം, അല്ലെങ്കിൽ നിഫാഖാകാം, അല്ലെങ്കിൽ മുർത്തദ്ദും ആകാം. ഈ ഫിത്നയെ അവൻ ഭയപ്പെട്ടുകൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽമാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം അതെന്ത് നിയത്തോടെയാണ് കുടിക്കുന്നത് അതിനുള്ളതാണ്. അതേപോലെ സംസം വെള്ളം രോഗങ്ങൾക്ക് ശിഫയാണ്. ഇതൊക്കെ സഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെതായ ബർക്കത്തുണ്ട്, അതിൻ്റെതായ മഹത്വവും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് ഉംറ തവാഫ് കഴിഞ്ഞ് പിന്നെ മസ്അയിലേക്ക് സഈന് വേണ്ടി പോകുമ്പോൾ സംസം വെള്ളം കുടിക്കുമായിരുന്നു. അത് സുന്നത്താണ് എന്ന് ചരിത്രത്തിൽ കാണാം. രണ്ടാമത്തത് പിന്നെ മഖാമു ഇബ്രാഹിം. എന്താ ഈ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ? എന്താ അതിൻ്റെ മഖാം ഇബ്രാഹിമിൻ്റെ അർത്ഥം എന്താ? മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബേൻ്റെ പണി പൂർത്തിയാക്കിയില്ലേ? ഈ കഅബേൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ ഓരോ കല്ല് വെച്ച് കെട്ടി മേലോട്ട് പോകുന്നില്ലേ? അപ്പം അതിൽ കയറി നിൽക്കാൻ വേണ്ടി ഇബ്രാഹിം ഒരു കല്ല് കൊണ്ടുവച്ചു. ഒരു കല്ല് അതിൻ്റെ മേലെ കയറിയിട്ടാണ് ഇബ്രാഹിം എന്ത് ചെയ്യുന്നത്? കല്ല് കെട്ടി കൊണ്ടുപോകുന്നത്. ചെറിയ ചരിത്രത്തിൽ കാണാം. എനിക്ക് തോന്നുന്നു ചില സലഫി പണ്ഡിതന്മാരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കല്ലിൻ്റെ പ്രത്യേകത നമ്മൾ ഇക്കാലത്ത് ലിഫ്റ്റ് പോലെയായിരുന്നു, ഉയരുന്നതനുസരിച്ച് കല്ല് നേരെ മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ കാണാം. ആ കല്ലാണത്. ആ കല്ല് കഅബയെ ചേർന്നാണ് ഉണ്ടായത് അല്ലേ? കഅബേൻ്റെ പണി പൂർത്തിയാക്കാൻ കഅബയെ ചേർന്നാണ് ഉണ്ടായിരുന്നത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലമായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തവാഫ് ചെയ്യുന്ന ആൾക്കാർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് കല്ല് അവിടെ നിന്ന് മാറ്റി കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ഒരു കുറച്ച് ഇത്ര മീറ്റർ വ്യത്യസ്തത്തിൽ കല്ല് വെച്ചു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ സ്വർണ്ണക്കൂട്ടിലിട്ടിട്ട് ഇങ്ങനെ വെച്ച ആ സാധനം. അതിന് കാണാൻ പറ്റുമോ? അതിന് നോക്കിയാൽ കാലിൻ്റെ അടയാളമൊക്കെ കാണാൻ പറ്റും. ഇന്ന് ഇബ്രാഹിം നബിയുടെ കാൽപാദം എന്ന് പറയപ്പെടുന്നു, വല്ലാഹു അലം. അതിന്നും നമുക്കവിടെ കാണാൻ സാധ്യമാണ്. ഇതാണ് മഖാം ഇബ്രാഹിം. പിന്നെ മക്കത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഗാർ ഹിറ, ഗാർ സൗർ. ഗാർ ഹിറ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 35-38 വയസ്സാകുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ ഖുറൈശികളുടെ ഈ ഖുറാഫാത്തും ശിർക്കം പ്രവർത്തനങ്ങളും ഇതൊക്കെ കണ്ടിട്ട് മനസ്സിൽ വല്ലാത്ത പ്രയാസം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് മടുത്തിട്ട് ഇതിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയിലേക്ക് പോയി. ജബലുൻ നൂർ എന്നാണ് ആ മലയുടെ പേര്, ജബലുൻ നൂർ. ആ മലയുടെ മേലെ ചെറിയൊരു ഗുഹ. ആ ഗുഹേൻ്റെ ചരിത്രം പറയുന്നത് എന്താ അറിയോ? പിന്നെ ഏകദേശം മക്കത്ത് നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് അടുത്തേക്ക്. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അതിൻ്റെ മേലെ കയറും. ആ ഗുഹേൻ്റെ ഉള്ളിൽ 4-5 ആൾക്കാർ, അവർക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ സ്ഥലമേ ഉള്ളൂ. ഇപ്പോൾ പോയാൽ കാണാൻ പറ്റും, ഇത് ഇടുങ്ങിയ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പം. അപ്പോൾ ആ കാലത്ത് എന്തായിരുന്നു ആലോചിച്ചാൽ മതി. റസൂലുള്ളാഹി തങ്ങൾ അവിടെ കയറി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. തഹന്നുസ് എന്നാണ് പറയുക. ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് ചെയ്യുക, ഒറ്റയ്ക്ക്. പഠിച്ചിട്ടില്ല? ബദീൽ വഹീനെ തുടക്കത്തിൽ പഠിച്ചിട്ടില്ലേ? അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇബാദത്ത് എടുക്കും. ആ സമയത്താണ് ജിബ്രീൽ വരുന്നതും ഇഖ്റ ബിസ്മി എന്ന ആദ്യത്തെ ആയത്ത് ഓതിക്കൊടുക്കുന്നതും. അവ ഹിറാ ഗുഹയിൽ വെച്ചാണ്. അത് ചരിത്രം. പക്ഷെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങിയ സ്ഥലമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പുണ്യം കൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചരിത്ര സ്ഥലം ഒരു ആധാറുകൾ പുതുക്കാം എന്ന നിലക്ക് ചരിത്രം പഠിക്കാൻ നമുക്ക് പോയി കാണുന്നതുകൊണ്ട് വിരോധവും ഇല്ല. പോയി കാണുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ത്യാഗങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ പിന്നെ ആ അന്നത്തെ മാഹോളുടെ ആ സിറ്റുവേഷൻ അത് മനസ്സിലാക്കാൻ ആ ചരിത്ര സംഭവങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ
നല്ലതാണ്. അതേപോലെ നമുക്ക് കാണാവുന്ന വേറെ സ്ഥലമാണ് മിന. മിനയിൽ പാറക്കെട്ടിനിടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിലിനെ അറുത്ത ഒരു സ്ഥലമുണ്ട്. ചരിത്രകാരന്മാർ ഇന്നൊരു സ്ഥലം കാണിച്ചു തരും, ഇന്നതാണെന്ന് പറഞ്ഞിട്ട്. അത് ചില മശായിഖ്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇബ്രാഹിം നബി അറുത്ത സ്ഥലം എന്നുള്ളത്. പക്ഷെ അതിന്നൊരു വലിയൊരു ആഘോഷ സ്ഥലമാക്കി മാറ്റിയിട്ടില്ല. അത് എന്താ പറയുക, ഒരു രഹസ്യ സൂക്ഷിപ്പായി അവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയപ്പെടുന്നു ആ സ്ഥലമാണെന്നുള്ളത്. ഇതാണ് മക്കത്ത് പ്രധാനമായിട്ട് കാണാനുള്ളത്. പിന്നുള്ളത് ഗാർ സൗർ. ഗാർ സൗർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ പോകുമ്പോൾ ഖുറൈശികൾ പിടിക്കാതിരിക്കാൻ വേണ്ടി 3 ദിവസം ഒളിച്ച് താമസിച്ച സ്ഥലം. അതാണ് ഗാർ സൗർ എന്ന് പറയപ്പെടുന്നത്. അതും ഏകദേശം മക്കത്ത് നിന്ന് 4-5 കിലോമീറ്റർ ദൂരമാണ് മസ്ജിദ് ഹറാമിൽ നിന്ന്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ പോയിട്ട് 3 ദിവസമാണ് താമസിച്ചത്. ആ സ്ഥലത്ത് നടക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നപ്പോൾ ഖുറൈശികളെ 4 ഭാഗത്തും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആ ഗുഹേൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഒരു ഭാഗത്ത് കയറി മറ്റേ ഭാഗത്ത് ഇറങ്ങാൻ പറ്റും. 2 മുഖങ്ങളുണ്ട് ആ ഗുഹക്ക്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇരിക്കുന്ന സമയം ഖുറൈശികൾ വന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കാണുന്നു ഖുറൈശിയുടെ കാൽഭാഗങ്ങൾ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റസൂലിനോട് ചോദിച്ചു, റസൂലേ, ആ ഖുറൈശികളൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ പിടിക്കൽ ഉറപ്പാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കും അബൂബക്കറിന്. ഇത് പറയും, മളന്നുക ബിത്നൈനി അല്ലാഹു സാലിസുഹുമ. അബൂബക്കറെ, 2 ആൾക്കാരെ സംബന്ധിച്ച് നീ എന്താ വിചാരിക്കുന്നത്? അവരെ കൂട്ടത്തിൽ 3-മതായി അള്ളാഹു ഉണ്ട്, നീ ബേജാറാകണ്ട. തവക്കുലിൻ്റെ അങ്ങേയറ്റാണ്. തവക്കുൽ പഠിക്കണമെങ്കിൽ ഈ ഹദീസ് പഠിച്ചാൽ മതി. ഖുറൈശികൾ മുമ്പിലെത്തി പേടിച്ച് വിറക്കുന്ന സമയം തവക്കുൽ എവിടെയാ? അള്ളാഹുവിലാണ്, ഇല്ലേ? അതാണ് തവക്കുൽ. അള്ളാഹുൽ തവക്കുൽ ചെയ്യുക, അസ്ബാബുകളെ സ്വീകരിക്കുക. അതാണ് തവക്കുലിൻ്റെ പൂർണ്ണ രൂപം. അവർ ഒളിച്ചിരുന്നു ഖുറൈശ് കാണാതിരിക്കാൻ. അവരെന്ത് ചെയ്തു? തവക്കുലാക്കുകയും ചെയ്തു. എന്ത് ചെയ്തില്ല? അള്ളാഹ് വിചാരിച്ചാൽ പിടിക്കാൻ കിട്ടില്ല എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാ? ഇല്ല, ഒളിച്ചിരുന്നു. അസ്ബാബുകൾ സ്വീകരിച്ചു. അഖ്ദുൽ അസ്ബാബ് മഷ്റൂആണ്. അസ്ബാബ് സ്വീകരിച്ചു. പക്ഷെ ഹൃദയം അസ്ബാബിലാണോ? അല്ല, ഹൃദയം മുതഅല്ലിഖും ബില്ലാഹ്, അള്ളാഹു ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. തവക്കുലിന് ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖും അവിടെ നിന്ന് ഖുറൈശികൾ പോയതിനു ശേഷം 3-മത്തെ ദിവസം അവർ ഇറങ്ങിയിട്ട് മദീനയിലേക്ക് യാത്ര പോയി. ഇതാണ് ഗാർ സൗറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ചുരുക്കി മക്കയുടെ ചുരുങ്ങിയ ചില ചരിത്രം. ഇതല്ല മക്കയുടെ ചരിത്രം. മുമ്പ് സൂചിപ്പിച്ചു, മക്കയുടെ ചരിത്രം പഠിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ കാലം മുതൽ റസൂലുള്ളാഹിയുടെ കാലം ശേഷമല്ല, മറിച്ച് മക്കയുടെ ചരിത്രം ആദം നബിയുടെ സൃഷ്ടിപ്പിന് മുമ്പ് മുതൽ ഖിയാമത്ത് നാൾ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ്. കാരണം എന്താ? ചില ഹദീസുകളുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കഅബയുടെ ഓരോ കല്ലുകളും പറിച്ച് പൊളിച്ച് കളയുന്നൊരു കാലഘട്ടം വരാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതേപോലെ മസ്ജിദുൽ ഹറാമിൽ ഒരു വാതിലൂടെ വന്യമൃഗങ്ങൾ പ്രവേശിക്കും, അടുത്ത വാതിലൂടെ ഇറങ്ങിയിട്ട് പോകുന്നൊരു കാലഘട്ടം വരാനുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പം ഖിയാമത്ത് നാൾ വരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മക്കയുടെയും കഅബയുടെയും ചരിത്രം. അതൊരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുന്നതല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയാം. കഴിവിൻ്റെ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അതൊക്കെ മുതാല ചെയ്യുക, വായിക്കുക, ഇൽമ് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇൽമിലും അമലിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.